കണ്ണൂർ CPM-ൽ വൻ പൊട്ടിത്തെറി. തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ MV ഗോവിന്ദൻ ആസൂത്രിത നീക്കം നടത്തിയെന്ന് വിമത നേതാവ് TK ഗോവിന്ദൻ. ശൈലജ ടീച്ചറെ നാടുകടത്തി ഭാര്യയെ രക്ഷിക്കുകയാണ് MV ഗോവിന്ദൻ ചെയ്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയത് ശ്യാമളയുടെ പേര് മാത്രം. MV ഗോവിന്ദൻ പ്രവർത്തിച്ചത് മണ്ഡലം കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണെന്നും TK ഗോവിന്ദൻ വിമർശിച്ചു. നിർണയങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതിക്കും നിരക്കാത്ത ഒരു മൊറാലിറ്റിക്ക് ചേരാത്ത തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ പിന്നിൽ കഥ ഞാൻ മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയെന്താ സ്റ്റേറ്റിലേക്ക് പോയത് തളിപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് ഒരേ ഒരു പേര്, ഈ പറഞ്ഞ ചർച്ചയൊന്നും പോയിട്ടില്ല. സ്വാഭാവികമായും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അങ്ങനെ ഒരു പേര് കിട്ടിയാൽ ഒരു പേര് മാത്രം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കപ്പെട്ടു. തിരിച്ച് വീണ്ടും സെക്രട്ടേറിയറ്റിൽ വന്നു. അന്നേരം വിമർശനം കണ്ടു. പിന്നെ അംഗീകരിക്കപ്പെട്ടു. വിമർശനം വന്നു പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. മാഷോടെ പറഞ്ഞു, മാഷേ നിങ്ങൾ ഈ നയത്തോടെ എനിക്ക് യോജിപ്പില്ല. മാഷോടെ തന്നെ പറഞ്ഞു, ഇതിനോട് എനിക്ക് യോജിപ്പില്ല. 3 തവണ MLA ആയിരിക്കും, 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോടെ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്കാവില്ല, കാരണം എനിക്കിതിനോട് യോജിപ്പില്ല.